Check whether each of the sequences given below are arithmetic sequences. Give reasons also. Find the common difference of the arithmetic sequences. അതായത് താഴെ തന്നിട്ടുള്ള കുറേ സീക്വൻസുകളുണ്ട്, അവ അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് കണ്ടുപിടിക്കണം. ആണെങ്കിൽ അവയുടെ കോമൺ ഡിഫറൻസ് എത്രയാണെന്നും കണ്ടുപിടിക്കണം. അപ്പോൾ അത് നമുക്ക് ഫസ്റ്റ് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ഏതാണ്? നാച്ചുറൽ നമ്പേഴ്സ് ലീവിംഗ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 4. നാച്ചുറൽ നമ്പേഴ്സ് ലീവിംഗ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 4 എന്ന് പറഞ്ഞാൽ എന്താണ്? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 കിട്ടുന്ന നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സീക്വൻസ് അല്ലേ? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 കിട്ടുന്ന സീക്വൻസ് എന്താണ്? 4ൻ്റെ മൾട്ടിപ്പിൾസിൻ്റെ കൂടെ 1 ആഡ് ചെയ്ത നമ്പേഴ്സ് ആണ് അല്ലേ? കാരണം എന്താണ്? 4ൻ്റെ മൾട്ടിപ്പിൾസിൻ്റെ കൂടെ 1 ആഡ് ചെയ്ത നമ്പേഴ്സിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4ൻ്റെ മൾട്ടിപ്പിൾസ് 4 കൊണ്ട് ഡിവൈഡ് ആയി പോകും, കോഷ്യൻ്റ് ആയി പോകും. പിന്നെ ബാക്കി ആഡ് ചെയ്ത 1 ഇല്ലേ, അതെന്തായി? അത് റിമൈൻഡർ ആയിട്ട് ഇരിക്കും അല്ലേ? സോ ഈ സീക്വൻസ് എന്ന് പറയുന്നത് എന്താണ്? സീക്വൻസ് ഓഫ് മൾട്ടിപ്പിൾസ് ഓഫ് 4 + 1 ആണല്ലേ? ഓക്കെ, 4ൻ്റെ മൾട്ടിപ്പിൾസിൻ്റെ കൂടെ 1 ആഡ് ചെയ്ത നമ്പേഴ്സാണ്. അത് ഏതൊക്കെയാണ്? 4ൻ്റെ മൾട്ടിപ്പിൾസ് നമുക്കറിയാലോ എന്തൊക്കെയാണ്? 4 × 0, 4 × 1, 4 × 2, 4 × 3, 4 × 4 എക്സെട്ര. ഇതൊക്കെയാണ് 4ൻ്റെ മൾട്ടിപ്പിൾസ് അല്ലേ? അപ്പോൾ 4 × 0 എന്ന് വെച്ചാൽ 0, 4 × 1 4, 4 × 2 8, 4 × 3 12, 4 × 4 16. ഇതാണ് 4ൻ്റെ മൾട്ടിപ്പിൾസ്. അപ്പോൾ ഇവയുടെ കൂടെ 1 ആഡ് ചെയ്ത സീക്വൻസ് ആണ് നമുക്ക് വേണ്ടത് അല്ലേ? അപ്പോൾ 0 + 1 അല്ലേ? അപ്പോൾ ഒന്ന് 0 + 1, പിന്നെ 4 + 1, എല്ലാ മൾട്ടിപ്പിൾസിൻ്റെയും കൂടെ എന്താ 1 ആഡ് ചെയ്യാം. പിന്നെ 8 + 1, 12 + 1, 16 + 1. ഓക്കെ, ദാറ്റ് ഈസ് 0 + 1 എന്താ? 1, 4 + 1 5, 8 + 1 9, 12 + 1 13, 16 + 1 17 എക്സെട്ര. ഇതാണ് എന്ത്? 4ൻ്റെ മൾട്ടിപ്പിൾസിൻ്റെ കൂടെ 1 ആഡ് ചെയ്ത സീക്വൻസ്, അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സ് ലീവിംഗ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 4 എന്നതിൻ്റെ സീക്വൻസ് അല്ലേ? നമുക്കിവിടെ സീക്വൻസ് എഴുതാം. സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ലീവിംഗ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 4. ഓക്കെ, അപ്പോൾ ഈ സീക്വൻസ് എന്താണ്? അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു നമ്പറിൽ സ്റ്റാർട്ട് ചെയ്യുക, എന്നിട്ട് ഒരേ നമ്പർ കൊണ്ട് തന്നെ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒരേ നമ്പർ കൊണ്ട് തന്നെ സബ്ട്രാക്ട് ചെയ്യുമ്പോഴാണ് അരിത്തമെറ്റിക് സീക്വൻസ് കിട്ടുന്നത് അല്ലേ? അപ്പോൾ 1ൻ്റെ കൂടെ എത്ര ആഡ് ചെയ്യുമ്പോഴാണ് 5 കിട്ടുക? 4 ആണല്ലേ? 1ൻ്റെ കൂടെ 4 ആഡ് ചെയ്യുമ്പോൾ 5 കിട്ടും. ഓക്കെ, ഇനി 5ൻ്റെ കൂടെ എത്ര ആഡ് ചെയ്യുമ്പോഴാണ് 9 കിട്ടുക? 5 + 4 ആണ് 9 അല്ലേ? 9ൻ്റെ കൂടെ എത്ര ആഡ് ചെയ്യുമ്പോഴാണ് 13 കിട്ടുക? 9 + 4 ആണ് 13 അല്ലേ? 13ൻ്റെ കൂടെ എത്ര ആഡ് ചെയ്യുമ്പോഴാണ് 17 കിട്ടുക? 13 + 4 ആണ് 17 അല്ലേ? അപ്പോൾ ഇതെന്താണ്? എല്ലാത്തിൻ്റെയും കോമൺ ഡിഫറൻസ് 4 ആണല്ലേ? സോ വി ക്യാൻ സേ ദിസ് ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് സ്റ്റാർട്ടിംഗ് വിത്ത് 1 ആൻഡ് കോമൺ ഡിഫറൻസ് 4. Second question, natural numbers leaving remainder 1 or 2 on division by 4. അതായത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 or 2 കിട്ടുന്ന നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സീക്വൻസ് ആണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അതായത് 4ൻ്റെ മൾട്ടിപ്പിൾസിൻ്റെ കൂടെ 1 അല്ലെങ്കിൽ 2 ആഡ് ചെയ്ത നമ്പേഴ്സാണ് ഈ സീക്വൻസ്. കാരണം എന്താ? 4ൻ്റെ മൾട്ടിപ്പിൾസിൻ്റെ കൂടെ 1 ആഡ് ചെയ്ത നമ്പേഴ്സിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4ൻ്റെ മൾട്ടിപ്പിൾസ് കോഷ്യൻ്റ് ആയിട്ട് പോകും, ബാക്കി ആഡ് ചെയ്ത 1 എന്താ? റിമൈൻഡർ ആയി ഇരിക്കും അല്ലേ? പിന്നെ 4ൻ്റെ മൾട്ടിപ്പിൾസിൻ്റെ കൂടെ 2 ആഡ് ചെയ്ത നമ്പേഴ്സിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4ൻ്റെ മൾട്ടിപ്പിൾസ് ഡിവൈഡ് ആയി പോകും, കോഷ്യൻ്റ് ആയിട്ട് പോകും. പിന്നെ ഈ ബാക്കി 2 എന്തായി? റിമൈൻഡർ ആയിട്ടിരിക്കും അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള നമ്പേഴ്സാണ്. അതായത് സീക്വൻസ് ഓഫ് മൾട്ടിപ്പിൾസ് ഓഫ് 4 + 1 ആൻഡ് മൾട്ടിപ്പിൾസ് ഓഫ് 4 + 2. അല്ലേ? അപ്പോൾ ആ സീക്വൻസ് ഏതൊക്കെയാണ്? 4ൻ്റെ മൾട്ടിപ്പിൾസിൻ്റെ കൂടെ 1 ആഡ് ചെയ്ത നമ്പർ. 4ൻ്റെ മൾട്ടിപ്പിൾസ് ഏതാ? നമ്മളിവിടെ കണ്ടല്ലോ എന്താണ്? 4 × 0, 4 × 1, 4 × 2, 4 × 3, 4 × 4 അല്ലേ? അതായത് 0, 4, 8, 12, 16 ഇതൊക്കെയാണ് എന്ത്? 4 × 0, 0, 4 × 1, 4, 4 × 2, 8, 4 × 3, 12, 4 × 4, 16 അല്ലേ? ഇതാണ് 4ൻ്റെ മൾട്ടിപ്പിൾസ്. അപ്പോൾ ഇവയുടെ കൂടെ 1 ആഡ് ചെയ്യുക, 2 ആഡ് ചെയ്യുക. ആ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 0 + 1, 0 + 2 അല്ലേ?
1 ആഡ് ചെയ്യണം 2 ആഡ് ചെയ്യണം അല്ലേ. പിന്നെ അടുത്തത് എന്താ 4 ആണ്. 4ൻ്റെ കൂടെ 1 ആഡ് ചെയ്യുക, 4ൻ്റെ കൂടെ 2 ആഡ് ചെയ്യുക. അടുത്തത് ഏതാ 8, 4ൻ്റെ മൾട്ടിപ്പിൾ 8 ആണ്. 8ൻ്റെ കൂടെ 1 ആഡ് ചെയ്യുക, 8ൻ്റെ കൂടെ 2 ആഡ് ചെയ്യുക. ഓക്കെ. അടുത്തത് ഏതാണ് 12, 4ൻ്റെ മൾട്ടിപ്പിൾ 12 ആണ്. 12ൻ്റെ കൂടെ 1 ആഡ് ചെയ്യുക, 12ൻ്റെ കൂടെ 2 ആഡ് ചെയ്യുക. ഓക്കെ, എക്സെട്ര ഇങ്ങനെ പോകും അല്ലേ. അപ്പോൾ ഇതേതൊക്കെയാണ്? 0 + 1 എന്ന് പറഞ്ഞാൽ 1 ആണ്. 0 + 2 2 ആണ്. 4 + 1 5 ആണ്. 4 + 2 6 ആണ്. 8 + 1 9 ആണ്. 8 + 2 10 ആണ്. 12 + 1 13 ആണ്. 12 + 2 ആണ്. 12 + 2 14 എക്സെട്ര. ഓക്കെ, ഇതാണ് സീക്വൻസ്. ഈ സീക്വൻസ് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ? അരിത്തമെറ്റിക് സീക്വൻസ് ആണെങ്കിൽ എന്താവണം? കോമൺ ഡിഫറൻസ് സെയിം ആവണം അല്ലേ. 1ൽ എത്ര ആഡ് ചെയ്യുമ്പോഴാണ് 2 കിട്ടുക? 1 + 1 ആണ് 2 കിട്ടുക അല്ലേ. ഇനി എന്താണ് 2ൻ്റെ കൂടെ എത്ര ആഡ് ചെയ്യുമ്പോഴാണ് 5 കിട്ടുക? 2 + 3 ആണ് 5 അല്ലേ. അപ്പോൾ എന്താണ് കോമൺ ഡിഫറൻസ് സെയിം ആണോ? ഒന്ന് 1ഉം ഒന്ന് 3ഉം ആണ് അല്ലേ. അല്ലേ, ഒരേ നമ്പർ കൊണ്ടല്ല ആഡ് ചെയ്ത് പോകുന്നത് അല്ലേ. കോമൺ ഡിഫറൻസ് സെയിം അല്ല. സോ we can say this is not arithmetic sequence. ഡിഫറൻസ് ബിറ്റ്വീൻ അഡ്ജസൻറ്റ് ടേംസ് അല്ലെങ്കിൽ അടുത്തടുത്തുള്ള ടേംസിൻ്റെ ഡിഫറൻസ് എന്താ? സെയിം അല്ല, ഒരേ നമ്പർ അല്ല അല്ലേ. ഒന്ന് 1ഉം ഒന്ന് 3ഉം ആണ് അല്ലേ. മീൻസ് ഡിഫറൻസ് ഓഫ് അഡ്ജസൻറ്റ് ടേംസ് ആർ നോട്ട് സെയിം. തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? സ്ക്വയേഴ്സ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. സ്ക്വയേഴ്സ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1 2 3 4 5 എക്സെട്ര അല്ലേ. അപ്പോൾ അവയുടെ സ്ക്വയേഴ്സ് എന്ന് പറയുന്നത് 1 സ്ക്വയർ 2 സ്ക്വയർ 3 സ്ക്വയർ 4 സ്ക്വയർ എക്സെട്ര അല്ലേ. 1 സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണ്? 1 2 സ്ക്വയർ 2 × 2 4 ആണ്. 3 സ്ക്വയർ എന്ന് വെച്ചാൽ 3 × 3 അത് എത്രയാണ്? 9 ആണ്. 4 സ്ക്വയർ എന്ന് വെച്ചാൽ 4 × 4 അത് 16 ആണ് എക്സെട്ര അല്ലേ. അപ്പോൾ ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് നോക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അഡ്ജസൻറ്റ് ടേംസിൻ്റെ ഡിഫറൻസ് സെയിം ആണെന്ന് ചെക്ക് ചെയ്യണം അല്ലേ. അപ്പോൾ 1ൻ്റെ കൂടെ എത്ര ആഡ് ചെയ്യുമ്പോഴാണ് 4 കിട്ടുക? 1 + 3 ആണ് 4 അല്ലേ. 4ൻ്റെ കൂടെ എത്ര ആഡ് ചെയ്യുമ്പോഴാണ് 9 കിട്ടുക? 4 + 5 ആണ് 9 അല്ലേ. അപ്പോൾ ഈ ഡിഫറൻസ് എന്താണ്? സെയിം ആണോ? അല്ല, അടുത്തടുത്തുള്ള രണ്ട് ടേംസിൻ്റെ ഡിഫറൻസ് സെയിം അല്ല. ഒന്ന് 3 ഒന്ന് 5 ആണ്. അതുകൊണ്ട് ഇതെന്താണ്? നോട്ട് അരിത്തമെറ്റിക് സീക്വൻസ്. കാരണം എന്താണ്? ഡിഫറൻസ് ബിറ്റ്വീൻ അഡ്ജസൻറ്റ് ടേംസ് ആർ നോട്ട് സെയിം. ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താണ്? റെസിപ്രോക്കൽസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. ഏതൊക്കെയാണ് നാച്ചുറൽ നമ്പേഴ്സ്? ഏതൊക്കെയാണ്? 1 2 3 4 5 എക്സെട്ര അല്ലേ. അപ്പോൾ അവിടെ റെസിപ്രോക്കൽസ് എന്ന് പറഞ്ഞാൽ 1 നാച്ചുറൽ നമ്പർ അല്ലേ. അപ്പോൾ 1/1 1/2 1/3 1/4 എക്സെട്ര. ഇതാണ് റെസിപ്രോക്കൽസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. ഓക്കെ, ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് ചെക്ക് ചെയ്യണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? ഇത് തമ്മിലുള്ള അഡ്ജസൻറ്റ് ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് സെയിം ആണെന്ന് നോക്കണം അല്ലേ. അപ്പോൾ 1/1 കൂടി എന്ത് ആഡ് ചെയ്യുമ്പോഴാണ് 1/2 കിട്ടുക എന്ന് നോക്കാം അല്ലേ. അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഈ രണ്ട് ടേംസും മൈനസ് ചെയ്യണം അല്ലേ. 1/2ൽ നിന്ന് 1/1 മൈനസ് ചെയ്യണം. അത് എത്രയാണ്? 1/2 - 1/1 എത്രയാണ്? 1 × 1 1 ആണ്. നടുക്കുള്ള സൈന് മൈനസ്. പിന്നെ 2 × 1 2 × 1 2 ആണ്. ബൈ ഡിനോമിനേറ്റർ 2 × 1 ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് 2 × 1 എന്താ 2 അല്ലേ. ദാറ്റ് ഈസ് 1 - 2 1 - 2 എന്ന് വെച്ചാൽ എന്താ? -1 ആണ് അല്ലേ. ബൈ ഡിനോമിനേറ്റർ 2. അപ്പോൾ -1/2 ആണ് ഇവിടുത്തെ കോമൺ ഡിഫറൻസ് അല്ലേ. -1/2. ഓക്കെ, ഇനി 1/2ൽ നിന്നും എത്ര ആഡ് ചെയ്യുമ്പോഴാണ് 1/3 കിട്ടുക? അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 1/3ൽ നിന്നും 1/2 മൈനസ് ചെയ്യണം. അതെത്രയാണ്? 1/3 - 1/2 അതെത്രയാണ്? 1 × 2 1 × 2 2 ആണ്. നടുക്കുള്ള സൈന് മൈനസ്. 3 × 1 3 × 1 3 ആണ്. ബൈ
എന്താണ് ഡിനോമിനേറ്റേഴ്സിൽ 3 ഇൻറ്റു അല്ലേ, അപ്പോൾ 3 ഇൻറ്റു 2 അത് എത്ര 6 അല്ലേ. 2 - 3 എന്താണ് 3 - 2 1 ആണ്. അപ്പോൾ 2 - 3 എന്താ -1 ആയിരിക്കും, -1/6 അല്ലേ. അപ്പോൾ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എന്താ -1/6 ആണ് അല്ലേ. അഡ്ജസൻറ്റ് ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് സെയിം അല്ല, ഒന്ന് -1/2 ഒന്ന് -1/6 ആണ് അല്ലേ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, നോട്ട് അരിത്തമെറ്റിക് സീക്വൻസ് ബിക്കോസ് ഡിഫറൻസ് ബിറ്റ്വീൻ അഡ്ജസൻറ്റ് ടേംസ് ആർ നോട്ട് സെയിം. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ഫിഫ്ത്തിൽ എന്താ പറയുന്നത്, പവേഴ്സ് ഓഫ് 2, 2ൻ്റെ പവേഴ്സ്. 2ൻ്റെ പവേഴ്സ് എന്താണ്, 2⁻0, 2⁻1, 2⁻3, 2⁻4, 2⁻5 എക്സെട്ര അല്ലേ. അപ്പോൾ 2⁻0 എന്ന് വെച്ചാൽ എന്താണ് 1 ആണ്. ഏതൊരു നമ്പർ ⁻0 എന്ന് പറഞ്ഞാൽ അത് 1 ആണ് അല്ലേ. അപ്പോൾ 5⁻0 1 ആണ്, 3⁻0 1 ആണ്, 2⁻0 ഒക്കെ 1 ആണ്. 2⁻1 എന്ന് വെച്ചാൽ 2, 2 ആണ്, 2⁻2, 2⁻3, 2⁻4 എക്സെട്ര ഇങ്ങനെയാണ് കേട്ടോ. 2⁻2 എന്ന് വെച്ചാൽ എന്താ 2 × 2 അത് 4 ആണ്. 2⁻3 എന്ന് വെച്ചാൽ 2 × 2 × 2, 2നെ 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുക, അതെന്താണ് 8 ആണ്. 2⁻4 എന്ന് വെച്ചാൽ 2നെ 4 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ, ദാറ്റ് ഈസ് 16 ആണ് എക്സെട്ര. ഓക്കെ, അപ്പോൾ ഇനി ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് ചെക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അടുത്തടുത്തുള്ള ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് സെയിം ആണെന്ന് നോക്കണം അല്ലേ. അപ്പോൾ 1ൻ്റെ കൂടെ എത്ര ആഡ് ചെയ്യുമ്പോഴാണ് 2 കിട്ടുക, 1 ആഡ് ചെയ്യണം അല്ലേ. 1 + 1 ആണ് 2. ഈ 2ൻ്റെ കൂടെ എത്ര ആഡ് ചെയ്യുമ്പോഴാണ് 4 കിട്ടുക, 2ൻ്റെ കൂടെ 2 ആഡ് ചെയ്യുമ്പോഴാണ് 4 കിട്ടുക അല്ലേ. അടുത്തടുത്തുള്ള ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് സെയിം ആണോ, അല്ല, ഒന്ന് 1ഉം അടുത്തത് 2 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ദിസ് ഈസ് നോട്ട് അരിത്തമെറ്റിക് സീക്വൻസ് സിൻസ് ഡിഫറൻസ് ബിറ്റ്വീൻ അഡ്ജസൻറ്റ് ടേംസ് ആർ നോട്ട് സെയിം. ഓക്കെ, ഇനി 6th നോക്കാം. 6th ക്വസ്റ്റ്യൻ എന്താണ്, ഹാഫ് ഓഫ് ദി ഓഡ് നമ്പേഴ്സ്. ഓഡ് നമ്പേഴ്സ് ഏതൊക്കെയാണ്, 1, 3, 5, 7, 9 എക്സെട്ര അല്ലേ. അപ്പോൾ അവയുടെ ഹാഫ് എന്ന് പറയുമ്പോൾ എന്താ 1/2, 1ൻ്റെ ഹാഫ് 1/2, 3യുടെ ഹാഫ് 3/2, 5ൻ്റെ ഹാഫ് 5/2 അല്ലേ. അപ്പോൾ 1/2, 3/2, 5/2, 7/2 എക്സെട്ര, ഇതാണ് ഹാഫ് ഓഫ് ഓഡ് നമ്പേഴ്സ് അല്ലേ. ഇനി ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് ചെക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, അഡ്ജസൻറ്റ് ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് സെയിം ആണെന്ന് നോക്കണം അല്ലേ. അപ്പം ഈ 1/2ഉം 3/2ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, അത് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, 3/2 - 1/2 ചെയ്യണമല്ലേ. 3/2 - 1/2 എത്രയാണ്, ആദ്യം എന്ത് ചെയ്യണം, 3 × 2, 3 × 2 6 ആണ്, നടുക്കുള്ള സൈന് മൈനസ്, 2 × 1, 2 × 1 2 ആണ്, ബൈ ഡിനോമിനേറ്ററിൽ അത് 2 × 2 ആണ് അല്ലേ. അപ്പോൾ 2 × 2 4 അല്ലേ. 6 - 2 4 അല്ലേ, 4/4, 4/4 എന്താ 1 ആണ് അല്ലേ. കാരണം ഒരു നമ്പറിനെ ആ നമ്പർ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് 1 കിട്ടും. അപ്പോൾ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് 1 ആണ് അല്ലേ. അപ്പോൾ നമുക്കിവിടെ +1 എന്ന് എഴുതാം. ഓക്കെ, ഇനി 5/2 3/2 തമ്മിലുള്ള ഡിഫറൻസ് കാണണം. അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, 5/2 - 3/2 ചെയ്യണം. 5/2 - 3/2 അത് എത്രയാണ്, 5 × 2 10, നടുക്കുള്ള സൈന് മൈനസ്, 2 × 3 6, ബൈ ഡിനോമിനേറ്ററിൽ 2 × 2, 2 × 2 4 അല്ലേ. 6 10 - 6 4 ആണ്, 4/4, 4/4 എത്രയാണ് 1 അല്ലേ. അപ്പോൾ ഇവിടെയും നമുക്ക് എന്ത് കിട്ടി, 1 കിട്ടി അല്ലേ. അപ്പോൾ 3/2 + 1 അല്ലേ. ഇവിടുത്തെ കോമൺ ഡിഫറൻസ് സെയിം ആണ് അല്ലേ. ഇനി അടുത്ത ടേംസ് നോക്കാം. ഇതാണ് അടുത്ത ടേംസ്, 5/2ഉം 7/2 ആണ്. അപ്പോൾ ഇവയുടെ ഡിഫറൻസ് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, 7/2ൽ നിന്നും 5/2 മൈനസ് ചെയ്യണം. ഓക്കെ, 7/2 - 5/2 ഇത് എത്രയാണ്, 7 × 2 14, നടുക്കുള്ള സൈന് മൈനസ്, 2 × 5 10, ബൈ ഡിനോമിനേറ്ററിൽ 2 × 2 4 അല്ലേ. ദാറ്റ് ഈസ് 14 - 10 4 ആണ്, ബൈ 4 അത് എത്രയാണ് 1 അല്ലേ. ഇവിടെയും എന്താണ് 1 തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ എന്താണ് കോമൺ ഡിഫറൻസ് സെയിം ആണല്ലോ. സോ വി ക്യാൻ സേ ദിസ് ഈസ് അരിത്തമെറ്റിക് സീക്വൻസ് ഓഫ് കോമൺ ഡിഫറൻസ് 1. ചുവടെ പറഞ്ഞിരിക്കുന്ന ശ്രേണികൾ ഓരോന്നും സമാന്തര ശ്രേണിയാണോ എന്ന് തീരുമാനിക്കുക. കാരണം എഴുതണം. സമാന്തര ശ്രേണിയാണെങ്കിൽ പൊതുവ്യത്യാസം എഴുതണം. അപ്പോൾ ആദ്യത്തെ ശ്രേണി എന്ന് പറയുന്നത് 4 കൊണ്ട് ഹരിച്ചാൽ 1 മിച്ചം വരുന്ന സംഖ്യകളുടെ ശ്രേണിയാണ് അല്ലേ. അതായത്
4ൻ്റെ ഗുണിതങ്ങളോട് ഒന്ന് കൂടിയ സംഖ്യകളാണിത് അല്ലേ. കാരണം എന്താണ്, 4ൻ്റെ ഗുണിതങ്ങളോട് ഒന്ന് കൂട്ടിയ സംഖ്യകളെ 4 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ 4ൻ്റെ ഗുണിതങ്ങൾ നമുക്ക് ഹരിച്ച് കളയാം. ഒന്ന് ഈ കൂട്ടിയ ഒന്ന് എന്താവും, മിച്ചമായിട്ട് വരും അല്ലേ. അപ്പോൾ 4ൻ്റെ ഗുണിതങ്ങളോട് ഒന്ന് കൂട്ടിയ സംഖ്യകളാണിവ. 4ൻ്റെ ഗുണിതങ്ങൾ ഏതാണ്? 4 × 0, 4 × 1, 4 × 2, 4 × 3, 4 × 4 അല്ലേ. അതായത് 4 × 0 0 ആണ്, 4 × 1 4 ആണ്, 4 × 2 8 ആണ്, 4 × 3 12 ആണ്, എക്സെട്ര അല്ലേ. അപ്പോൾ ഈ 4ൻ്റെ ഗുണിതങ്ങളോട് നമ്മൾ ഒന്ന് കൂട്ടണം അല്ലേ. അതായത് 0 + 1 4 + 1 8 + 1 12 + 1 16 + 1 എക്സെട്ര അല്ലേ. 0 + 1 എന്ന് പറഞ്ഞാൽ 1 ആണ്, 4 + 1 5 ആണ്, 8 + 1 9 ആണ്, 12 + 1 13 ആണ്. അപ്പോൾ ഇതാണ് ശ്രേണി അല്ലേ. ഈ ശ്രേണി ഒരു സമാന്തര ശ്രേണിയാണോ എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് അടുത്തടുത്തുള്ള സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം ഒന്നാണോ എന്ന് നോക്കാം അല്ലേ. 1ൻ്റെ കൂടെ 4 കൂട്ടുമ്പോഴാണ് 5 കിട്ടുക, 5ൻ്റെ കൂടെ 4 കൂട്ടുമ്പോൾ 9 കിട്ടും, 9ൻ്റെ കൂടെ 4 കൂട്ടുമ്പോൾ 13 കിട്ടും, 13ൻ്റെ കൂടെ 4 കൂട്ടുമ്പോൾ 17 കിട്ടും അല്ലേ. അപ്പം അടുത്തടുത്തുള്ള സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം ഒന്നാണ് അല്ലേ. അതുകൊണ്ട് ഇത് എന്താണ്, ഒരു സമാന്തര ശ്രേണിയാണ്. പൊതുവ്യത്യാസം എത്രയാണ്? 4 ആണ് അല്ലേ. അടുത്തടുത്തുള്ള സംഖ്യകളുടെ വ്യത്യാസം 4 ആണ്, അതുകൊണ്ട് പൊതുവ്യത്യാസം 4 ആണ്. ഓക്കെ. ഇനി രണ്ടാമത്തത് 4 കൊണ്ട് ഹരിച്ചാൽ 1 അല്ലെങ്കിൽ 2 മിച്ചം വരുന്ന സംഖ്യകൾ. 4 കൊണ്ട് ഹരിച്ചാൽ 1 അല്ലെങ്കിൽ 2 മിച്ചം വരുന്ന സംഖ്യകൾ എന്ന് പറഞ്ഞാൽ 4ൻ്റെ ഗുണിതങ്ങളോട് 1 കൂടാതെ 4ൻ്റെ ഗുണിതങ്ങളോട് 2 കൂട്ടിയ സംഖ്യകളാണ്. 4ൻ്റെ ഗുണിതങ്ങൾ നമ്മൾ കണ്ടു, എന്തൊക്കെയാണ് ഇവിടെ കണ്ടില്ലേ, 0 4 8 12 16 ആണ് അല്ലേ. അപ്പോൾ അവയുടെ കൂടെ 1 കൂട്ടണം, പിന്നെ 2 കൂട്ടണം അല്ലേ. 0 + 1 0 + 2. പിന്നെ അടുത്ത ഗുണിതം 4 ആണ്, 4ൻ്റെ കൂടെ 1 കൂട്ടണം 2 കൂട്ടണം, അതായത് 4 + 1 4 + 2. ഇനി അടുത്ത ഗുണിതം 8 ആണ്, 8ൻ്റെ കൂടെ 1 കൂട്ടണം 2 കൂട്ടണം. ഇനി അടുത്ത 4ൻ്റെ ഗുണിതം 8 ആണ്, 8ൻ്റെ കൂടെ 1 കൂട്ടണം 2 കൂട്ടണം, അതായത് 8 + 1 8 + 2 അല്ലേ. അപ്പോൾ അങ്ങനെ 12 + 1 12 + 2 എക്സെട്ര. ഓക്കെ. അപ്പോൾ ഈ സീക്വൻസ് എന്താണ്, 0 + 1 എന്ന് വെച്ചാൽ 1, 0 + 2 2, 4 + 1 5 ആണ്, 4 + 2 6, 8 + 1 9 ആണ്, 8 + 2 10, 12 + 1 13 ആണ്, 12 + 2 14 അല്ലേ. അപ്പോൾ അങ്ങനെ ശ്രേണി എന്ന് പറയുന്നത് എന്താ, 1 2 5 6 9 10 13 14 എക്സെട്ര അല്ലേ. അപ്പോൾ ഈ ശ്രേണി സമാന്തര ശ്രേണിയാണെന്ന് നോക്കണം. അതിനുവേണ്ടി അടുത്തടുത്തുള്ള സംഖ്യകളുടെ വ്യത്യാസം കാണാം അല്ലേ. 1ൻ്റെ കൂടെ 1 കൂട്ടുമ്പോഴാണ് നമുക്ക് 2 കിട്ടുക, 2ൻ്റെ കൂടെ 3 കൂട്ടുമ്പോഴാണ് 5 കിട്ടുക അല്ലേ. അപ്പോൾ അടുത്തടുത്തുള്ള സംഖ്യകളുടെ വ്യത്യാസം ഒന്നാണോ? അല്ല, ആദ്യത്തത് 1 പിന്നെ രണ്ടാമത്തത് 3 ആണ് അല്ലേ. എന്താണ്, ഒരേ സംഖ്യകളല്ല, അതുകൊണ്ട് ഇതൊരു സമാന്തര ശ്രേണിയല്ല. ഇനി മൂന്നാമത്തത് എന്താണ്, എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങൾ. എണ്ണൽ സംഖ്യ എന്ന് പറയുന്നത് എന്താണ്, 1 2 3 4 എക്സെട്ര അല്ലേ. അപ്പോൾ അവയുടെ വർഗ്ഗങ്ങൾ എന്ന് പറയുമ്പോൾ 1ൻ്റെ വർഗ്ഗം, 2ൻ്റെ വർഗ്ഗം, 3ൻ്റെ വർഗ്ഗം, 4ൻ്റെ വർഗ്ഗം അല്ലേ. അപ്പോൾ 1ൻ്റെ വർഗ്ഗം 1 ആണ്, 2ൻ്റെ വർഗ്ഗം എന്ന് പറഞ്ഞാൽ 2 × 2 അത് 4 ആണ്, 3ൻ്റെ വർഗ്ഗം എന്ന് പറഞ്ഞാൽ 3 × 3 9 ആണ്, 4ൻ്റെ വർഗ്ഗം എന്ന് പറഞ്ഞാൽ 4 × 4 അത് 16 ആണ് അല്ലേ. അപ്പോൾ ഇതൊരു സമാന്തര ശ്രേണിയാണോ എന്ന് നോക്കാം. 1ൻ്റെ കൂടെ എത്ര കൂട്ടുമ്പോഴാണ് 4 കിട്ടുക? 3 ആണ് അല്ലേ. 4ൻ്റെ കൂടെ എത്ര കൂട്ടുമ്പോഴാണ് 9 കിട്ടുക? 5 ആണ് അല്ലേ. അപ്പോൾ അടുത്തടുത്തുള്ള സംഖ്യകളുടെ വ്യത്യാസം ഒരേ സംഖ്യകളല്ല, 1 3 1 5 ആണ് അല്ലേ. അപ്പോൾ ഇതൊരു സമാന്തര ശ്രേണിയല്ല. അടുത്തത് എണ്ണൽ സംഖ്യകളുടെ വിപരീത ഭിന്നങ്ങൾ. എണ്ണൽ സംഖ്യകൾ ഏതൊക്കെയാണ്? 1 2 3 4 അല്ലേ. അപ്പോൾ അവയുടെ വിപരീത ഭിന്നങ്ങൾ എന്ന് പറഞ്ഞാൽ 1/1 1/2 1/3 1/4. ഓക്കെ, ഇതാണ് ശ്രേണി. ഈ ശ്രേണി ഒരു സമാന്തര ശ്രേണിയാണോ? അത് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അടുത്തടുത്തുള്ള സംഖ്യകളുടെ വ്യത്യാസം ഒരേ സംഖ്യയാണോ എന്ന് നോക്കണം അല്ലേ. അപ്പോൾ അടുത്തടുത്തുള്ള സംഖ്യയാണോ 1/1 1/2, അവയുടെ വ്യത്യാസം എങ്ങനെ കാണാം, 1/2 മൈനസ് 1/1 അല്ലേ. അത് എത്രയാണ് കിട്ടിയത്? -1/2 ആണ് അല്ലേ. ഇനി അടുത്ത രണ്ട് സംഖ്യകളാണ് 1/2ഉം 1/3ഉം അല്ലേ. അപ്പോൾ അവയുടെ വ്യത്യാസം എന്താണ്? 1/3 മൈനസ് 1/2. അതെത്രയാണ്? അത് നമുക്ക് കിട്ടിയത് -1/6 ആണ് അല്ലേ. അപ്പോൾ ഇവ എന്താണ്? ഒരേ സംഖ്യകളല്ല. വ്യത്യാസം അടുത്തടുത്തുള്ള സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണ്? ഒരേ സംഖ്യകളല്ല. അതുകൊണ്ട് ഇതൊരു സമാന്തര ശ്രേണിയല്ല. ഇനി അഞ്ചാമത്തത് എന്താണ്? 2ൻ്റെ കൃതികൾ. 2ൻ്റെ കൃതികൾ എന്ന് പറഞ്ഞാൽ 2/0 1, 2/1 2 തന്നെയാണ്, 2/2 4, 2/3 8, 2/4 16 എക്സെട്ര അല്ലേ. അപ്പോൾ ഇതൊരു സമാന്തര ശ്രേണിയാണോ എന്ന് നോക്കാം. അതിനുവേണ്ടി അടുത്തടുത്തുള്ള സംഖ്യകളുടെ വ്യത്യാസം ഒരേ സംഖ്യയാണോ എന്ന് നോക്കാം. അപ്പോൾ 1ൻ്റെ കൂടെ 1 കൂട്ടുമ്പോൾ 2 കിട്ടുന്നു. 2ൻ്റെ കൂടെ എത്ര കൂട്ടുമ്പോഴാണ് 4 കിട്ടുക? 2 ആണ് അല്ലേ. അപ്പോൾ വ്യത്യാസം 1 ആണോ? ഒരേ സംഖ്യകളാണോ? അല്ല, 1 അടുത്തത് 2 ആണ് അല്ലേ. അപ്പോൾ
അടുത്തടുത്തുള്ള സംഖ്യകളുടെ വ്യത്യാസം ഒരേ സംഖ്യകളല്ല, അതുകൊണ്ട് ഇതൊരു സമാന്തര ശ്രേണിയല്ല. ഇനി ആറാമത്തെ നോക്കാം. ആറാമത്തത് എന്താണ്? ഒറ്റ സംഖ്യകളുടെ പകുതിയാണ് അല്ലേ. അപ്പോൾ ഒറ്റ സംഖ്യകൾ ഏതൊക്കെയാണ് നമുക്കറിയാം. 1, 3, 5, 7 എക്സെട്ര അല്ലേ. അപ്പോൾ അവയുടെ പകുതി എന്ന് പറയുമ്പോൾ 1ൻ്റെ പകുതി 1/2, 3ൻ്റെ പകുതി 3/2, 5ൻ്റെ പകുതി 5/2, 7ൻ്റെ പകുതി 7/2 അല്ലേ. അപ്പോൾ ഇനി ഇവ തമ്മിലുള്ള ഇതൊരു സമാന്തര ശ്രേണിയാണെന്ന് നോക്കാം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? അടുത്തടുത്തുള്ള സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം ഒരേ സംഖ്യകളാണോ എന്ന് നോക്കണം അല്ലേ. അപ്പോൾ അടുത്തടുത്തുള്ള രണ്ട് സംഖ്യകളാണ് 1/2 3/2 അല്ലേ. അപ്പോൾ അവയുടെ വ്യത്യാസം എന്ന് പറയുന്നത് എന്താണ്? 3/2 മൈനസ് 1/2. അതെത്ര നമുക്ക് കിട്ടുന്ന 1 ഇനി അടുത്തടുത്തുള്ള സംഖ്യകളാണ് 3/2 5/2. അവയുടെ വ്യത്യാസം എന്താണ്? 5/2 മൈനസ് 3/2. അതെത്രയാണ്? അതും 1 അല്ലേ. അതേപോലെ അതിനടുത്തടുത്തുള്ള സംഖ്യകളാണ് 5/2 7/2. അവയുടെ വ്യത്യാസം എന്ന് പറയുന്നത് എന്താണ്? 7/2 മൈനസ് 5/2. അതും 1 അല്ലേ. അപ്പോൾ ഈ ശ്രേണിയിലെ എല്ലാ അടുത്തടുത്തുള്ള സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം 1 തന്നെയാണ്, ഒരേ നമ്പറാണ് അല്ലേ, ഒരേ സംഖ്യയാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇതൊരു സമാന്തര ശ്രേണിയാണ്. പൊതുവ്യത്യാസം എന്താണ്? 1 അല്ലേ. പൊതുവ്യത്യാസം 1.